എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് പൊതുജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോയാണ്. ഞാൻ ഈ കഴിഞ്ഞ ആഴ്ച തൊട്ടടുത്തുള്ള ജില്ലയിലൂടെ കാറിൽ യാത്ര ചെയ്ത് ഒരു ചടങ്ങിന് പോയപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ കാർ പാർക്ക് ചെയ്യാനായിട്ട് ഒട്ടുമേ ഇടയില്ല. എല്ലാ കാറുകാരും ഇങ്ങനെ കാർ പാർക്ക് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ സൈഡ് വഴി നോക്കി നടക്കുകയാണ്. അപ്പോൾ അത് ഒരു പ്രധാന പ്രശ്നം അവിടെ വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മിക്ക വീടുകളുടെയും മുന്നിൽ ഒരുപാട് ചെടികൾ ഇങ്ങനെ വളർത്തിയിരിക്കുകയാണ്. അതായത് വഴിയിലാണ് വെച്ചിരിക്കുന്നത്, മതിലിനൊക്കെ വെളിയിലായിട്ട് വഴിയിൽ വെച്ചിരിക്കുകയാണ്. അപ്പോൾ അതിങ്ങനെ നിൽക്കുന്നത് കൊണ്ട് കാറ് പാർക്ക് ചെയ്യാനായിട്ട് സൈഡിൽ ഇടയില്ലാതെ വരുന്നു. പിന്നെ കാറ് കുറച്ച് കയറ്റി പാർക്ക് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ചെടികൾ നശിച്ചു പോകുമെന്ന് വെച്ച് ആരും പാർക്ക് ചെയ്യുന്നുമില്ല. എന്നിട്ട് ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ റോഡ് ബ്ലോക്ക് ആകുകയും ചെയ്തു. എന്നിട്ട് ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് ആ ബ്ലോക്കെല്ലാം പോയത്. എന്നിട്ട് ഞങ്ങളെല്ലാം കുറേ ദൂരം മാറിയാണ് റോഡിൽ പാർക്ക് ചെയ്യാനായിട്ട് അവസരം കിട്ടിയത്. അവിടെ കൂടിയ ആൾക്കാരെല്ലാം പറഞ്ഞ ഒരു പൊതുവായിട്ടുള്ള കാര്യം ഇതാണ്: വീടിൻ്റെ മുറ്റം മുഴുവനും ടൈലിട്ട് ഒരു ചെടി പോലും വയ്ക്കാതെ ഈ ചെടികൾ മുഴുവൻ ആൾക്കാർ മിക്കവാറും വെക്കുന്നത് ഈ മതിലിന് വെളിയിൽ, അതായത് പാതയോരത്ത് റോഡ് സൈഡിലാണ് വെക്കുന്നത്. അതുകൊണ്ട് തന്നെ മറ്റുള്ളവർക്ക് ഒരുപാട് ബുദ്ധിമുട്ടും ശല്യങ്ങളും വരികയാണ്. ഒരാവശ്യം വന്നാൽ പാർക്ക് ചെയ്യാൻ ഒട്ടുമേ ഇടയില്ലാതെ വരുന്നു. ഇതിൻ്റെ പിന്നിൽ ഒരു പ്രവണതയുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വീട്ടുകാർക്ക് ഒന്നാമതായിട്ട് ആരും വീടിൻ്റെ മുന്നിൽ, അതായത് മതിലിന് മുന്നിലായിട്ട് പാർക്ക് ചെയ്യുന്നത് ഒന്നും ആർക്കും ഇഷ്ടപ്പെടുന്നില്ല. പിന്നെ മാത്രവുമല്ല, വീടിൻ്റെ പരിസരവും വീടുമെല്ലാം വളരെയധികം ബ്യൂട്ടിഫുൾ ആണെന്ന് മറ്റുള്ളവരെ കാണിക്കാൻ പറ്റും. ഒരു പൊങ്ങച്ച മനോഭാവം ഇതിലുണ്ടെന്ന് സംശയിക്കണം. പിന്നെ വേറൊരു കാര്യം, വലിയ പ്രകൃതി സ്നേഹിയാണെന്ന് ഈ വീട്ടുകാർക്ക് മറ്റുള്ളവരെ അറിയിക്കാനും പറ്റും. അപ്പോൾ നിങ്ങൾ ഓർക്കണം, ഇത് വീടിൻ്റെ മുൻവശം, അതായത് പാതയോരം, അത് നിങ്ങളുടെ സ്വന്തമല്ല. നിങ്ങളുടെ വീടിൻ്റെ അതിർത്തി കഴിഞ്ഞാൽ അത് പൊതുവായ സ്ഥലമാണ്. ആ പൊതുവായ ഇടത്ത് ഇതുപോലെ ചെടികളും ചെറിയ മരങ്ങൾ പോലെയുള്ളത് വരെ വെച്ച് പിടിപ്പിച്ച ആൾക്കാരെ ഞാൻ പിന്നീട് ആ കാറിൽ തിരികെ പോരുന്ന വഴിക്ക് ഞാൻ പല വീടുകളുടെയും മുന്നിൽ ശ്രദ്ധിച്ചു. ഇത് ഒരു തെറ്റായ പ്രവണതയാണ്, മറ്റുള്ളവരെ ഒരുപാട് ബുദ്ധിമുട്ടിക്കും. അപ്പോൾ പൊതുജനങ്ങൾക്ക് ഒരാവശ്യം വന്നു കഴിഞ്ഞാൽ പാർക്ക് ചെയ്യാനും മറ്റ് പല കാര്യങ്ങൾക്കും അത് തടസ്സപ്പെടുത്തും. അപ്പോൾ തീർച്ചയായിട്ടും ഈ കാര്യം നിങ്ങൾ ആലോചിച്ചിട്ട് ബന്ധപ്പെട്ട അധികാരികൾ, അതായത് പഞ്ചായത്തിൻ്റെയും കോർപ്പറേഷൻ്റെയും അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിയുടെയും ഒക്കെ അധികാര പരിധിയിൽ വരുന്ന ഇടങ്ങളിൽ അവർ ഇത് ഒന്ന് ശ്രദ്ധിച്ചാൽ വളരെ ഉപകാരമായിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ ഷെയർ ചെയ്യാനും മടിക്കരുത്.